മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ചേലക്കര നിയമസഭാ മണ്ഡലം പട്ടയമേള മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഇന്ദിര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. ചേലക്കര നിയമസഭാ മണ്ഡലം പട്ടയമേള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ചേലക്കര നിയോജക മണ്ഡലം തല പട്ടയമേള മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഇന്ദിര പ്രിയദർശിനി ഹാളിൽ വെച്ച് ചേലക്കര MLA UR പ്രദീപിന്റെ അധ്യക്ഷതയിൽ നടന്നു. സംസ്ഥാനത്ത് ഈ പട്ടയം വിതരണം ചെയ്തത് തന്നെ 2016 മുതൽ എടുത്ത് കണക്കാക്കുമ്പോൾ 1,77,011 പട്ടയം 2016 മുതൽ 21 വരെ കാലഘട്ടത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർന്നില്ല. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ വിതരണം ചെയ്ത് അത് ഓരോ 100 ദിവസം വെച്ച് കർമ്മ പദ്ധതി തയ്യാറാക്കി ഓരോ 100 ദിവസവും ഇതിനെ വളരെ കൃത്യമായി നമുക്ക് വിതരണം ചെയ്യാൻ കഴിയണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തീരുമാനമനുസരിച്ച് ആദ്യത്തെ 100 ദിവസം നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്തത് 54,535 പട്ടയങ്ങളാണ്. രണ്ടാം പിണറായി സർക്കാർ അല്ലെങ്കിൽ രണ്ടാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 100 ദിവസം കൊണ്ട് കൊടുക്കാൻ കഴിയും. ഇനി 200 ദിവസം കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയത് 67,069 പട്ടയം. മൂന്നാം 100 ദിനത്തിൽ നമുക്ക് വിതരണം ചെയ്യാൻ പറ്റിയത് 31,499 പട്ടയവും. നാലാം 100 ദിനത്തിൽ വിതരണം ചെയ്യാൻ പറ്റിയത് 27,784 പട്ടയം. അങ്ങനെ നാലാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് അപ്പോഴും വളരെ വേഗത്തിൽ ഇടപെട്ട് കൊടുക്കാൻ പറ്റുന്നത് 43,058 പട്ടയം. അങ്ങനെ നമ്മുടെ ഈ സംസ്ഥാനത്ത് 9 വർഷം കൊണ്ട് 4,09,56 പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് വിതരണം കഴിഞ്ഞ് അതിന് പുറമെയാണ് ഇന്നലെയും ഇന്നുമായി നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നനീഫ KV, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത്, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് K, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത PP, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത ആശംസകൾ അറിയിച്ചു. ഇനിയും വിതരണം ചെയ്യപ്പെടേണ്ട പട്ടയങ്ങളെ സംബന്ധിച്ച് MLA അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ട നമ്മുടെ തെറ്റിദ്ധാരണയും അതുപോലെ തന്നെ ആ കാര്യത്തിൽ നമുക്ക് ഇടപെടൽ കുറഞ്ഞു വരുന്ന പ്രദേശങ്ങളിലുമെല്ലാം ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പോരായ്മ തുടർന്ന് പരിഹരിക്കപ്പെടുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഗുണഭോക്താക്കൾക്കെല്ലാം ന്യായമായും പട്ടയം ലഭ്യമാകുന്ന ഒരു സ്ഥിതി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് വെറുതെയുള്ള പ്രതീക്ഷയല്ല. ബഹുമാനപ്പെട്ട MLAയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം തൊഴുപ്പാടത്തുള്ള പട്ടയവുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേര് എടുത്തു പറഞ്ഞ്. ന്യൂസ് ഡെസ്ക് CCV.